പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ തർക്കം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതിനിടെ 12 ഇന്ത്യൻ ജീവനക്കാരുള്ള MT സിറോൺ കെമിക്കൽ ടാങ്കറിന് നേരെ ഇറാന്റെ ആക്രമണമെന്ന് റിപ്പോർട്ട്. ടോഗോ പതാക ഘടിപ്പിച്ച കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒമാൻ കടലിന് സമീപം ഇറാന്റെ സായുധ സേനയാണ് കപ്പൽ ലക്ഷ്യമിട്ടതെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇക്കാര്യം ഇന്ത്യൻ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന്റെ പുറം പരിധിയിലാണ് സംഭവം നടന്നതെന്ന് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ ഡയറക്ടർ മൻദീപ് സിംഗ് റാൽസ പറഞ്ഞു. മറ്റു കപ്പലുകൾക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ടാങ്കറിനെ ഇറാനിയൻ സേന തടയുകയും മുന്നറിയിപ്പ് എന്ന നിലയിൽ വെടിയുതിർക്കുകയുമായിരുന്നു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയവും ഷിപ്പിംഗ് മന്ത്രാലയവും വിവിധ സമുദ്ര പങ്കാളികളുമായി ചേർന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. മേഖലയിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഏകോപനം നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമീപകാലത്തായി മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. നേരത്തെയും ഹോർമൂസ് കടലിടുക്കിന് സമീപം 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പേർഷ്യൻ ഗൾഫിലെ ഇന്ത്യൻ കപ്പലുകളും ജീവനക്കാരും നിരന്തരമായ നിരീക്ഷണത്തിലാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂടാതെ പേർഷ്യൻ ഗൾഫിലെ എല്ലാ കപ്പലുകളെയും ജീവനക്കാരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. മേഖലയിലെ എല്ലാ നാവികരും സുരക്ഷിതരാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ ഉൾപ്പെട്ട ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അധികൃതർ അറിയിച്ചത്. സംഭവ വികാസങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കൺട്രോൾ റൂം സജീവമാക്കിയിട്ടുണ്ട്. ഇതുവരെ 7780 കോളുകളും 16650 ഇമെയിലുകളും കൈകാര്യം ചെയ്തതായും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 25 കോളുകളും 140 ഇമെയിലുകളും ലഭിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏകോപിത ശ്രമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന 12 കപ്പലുകൾ ഉൾപ്പെടെ 2770-ലധികം ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു. സംഘർഷം രൂക്ഷമായിട്ടും ഇന്ത്യയിൽ ഉടനീളമുള്ള തുറമുഖ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ തുറമുഖങ്ങളും സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരക്കിന് ഒരു ലക്ഷണവുമില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അസ്ഥിരമായ ഈ മേഖലയിൽ സഞ്ചരിക്കുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമുദ്ര പങ്കാളികളും സുരക്ഷാ ഏജൻസികളും ബന്ധം പുലർത്തുന്നതിനാൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി പടർത്തുന്ന അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടൽ ശക്തമാവുകയാണ്. തുർക്കിയും ഈജിപ്തും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ പ്രതിനിധികളുമായി വീണ്ടും ചർച്ച നടത്തി. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇറാനുമേൽ ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്ക രേഖാമൂലം ഉറപ്പു നൽകിയാൽ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച ചർച്ചകളും പരിഗണിക്കൂ എന്നാണ് ഇറാന്റെ നിലപാട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.